അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അവരെ ഹൈലൈറ്റ് മാളിൽ ട്രെയിനിൽ കയറ്റി വിടുന്നതാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ട്രെയിനിൽ ആ ഫ്ലോർ ഫുൾ ആയിട്ട് ഒരു റൗണ്ട് അടിച്ചിട്ട് വരും. നമ്മൾ എവിടെ നിന്നാണോ കയറിയത് അവിടെ തന്നെ കൊണ്ടിറക്കും. ഇതിനങ്ങനെ ഏജ് ലിമിറ്റ് ഒന്നും ഇല്ലാട്ടോ, ആർക്ക് വേണമെങ്കിലും കയറാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 100 രൂപയാണ്. അവരങ്ങനെ ട്രെയിൻ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് കയറിയ സ്ഥലത്ത് തന്നെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ 12 മണിക്കായിരുന്നു. ട്രെയിൻ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും എല്ലാവർക്കും വിശപ്പിന്റെ വിളി വന്ന് തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ നേരെ ഫുഡ് കോർട്ടിലേക്ക് വെച്ച് പിടിച്ച് ഫുഡ് ഓർഡർ ചെയ്തിട്ടുള്ള ഇരിപ്പാണ്. പിന്നെ ജിജുവിനെ വീഡിയോയിൽ കാണാത്തത്, ജിജു ഞങ്ങൾ ഹൈലൈറ്റ് മാളിൽ പോയ ദിവസം മോർണിംഗ് 6 മണിക്ക് തന്നെ തിരിച്ച് മണ്ണാർക്കാടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു. അമ്മയ്ക്ക് മാത്രം ബിരിയാണി കഴിക്കാത്തതുകൊണ്ട് നോർമൽ മീൽസും ഞങ്ങൾക്ക് എല്ലാവർക്കും ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അമ്മയ്ക്ക് ചോറിന്റെ കൂടെ കഴിക്കാനായിട്ട് ചിക്കൻ 65ഉം അതുപോലെ തന്നെ കുട്ടികൾക്ക് ചിക്കനിൽ നിന്നും ഫ്രഞ്ച് ഫ്രൈസും ബോൺലെസ് ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ 2 പേർക്കും ബിരിയാണി വേണ്ടെന്നായതുകൊണ്ട് തന്നെ അവരുടെ ബാലൻസ് വന്നിട്ടുള്ള ബിരിയാണി മഞ്ജുവും ഏട്ടനും കൂടെയാണ് കഴിച്ചു തീർത്തത്. ഇവിടെ വന്നതിന്റെ മെയിൻ ഉദ്ദേശം തന്നെ ഇതുപോലെയുള്ള റൈഡ്സിൽ കയറാനായിട്ടാണ്. കുഞ്ചു സാധ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെയുള്ള റേസ് ഒക്കെ ട്രൈ ചെയ്യുന്നത്. അതിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റ് അവൻ ഫേസിലും കാണാനുണ്ടായിരുന്നു. അമ്മൂസിനാണെങ്കിൽ ഇതുപോലെയുള്ള റേസിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ അവൻ കയറിയതുകൊണ്ട് കയറിയെന്ന് മാത്രം. കുഞ്ചൂസിന്റെ കളി കണ്ടു കഴിഞ്ഞാൽ അവൻ ഒറിജിനൽ ഹോഴ്സ് റേസിൽ വിൻ ചെയ്ത പോലെയായിരുന്നു.